ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം 1 കപ്പ് ശർക്കര, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പാനി കാച്ചിയത്. പിന്നീട് നമുക്ക് വേണ്ടത് 1.5 കപ്പ് പച്ചരി 2 മണിക്കൂർ നേരത്ത് നന്നായിട്ട് കുതിർത്ത് വെച്ച് അത് തരിതരിയായി പൊടിച്ചെടുത്തത്. പിന്നെ വേണ്ടത് പാളയംതോടൻ പഴം ഒരു 3 എണ്ണം മിക്സിയിൽ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടത് മൈദാമാവ് ആവശ്യത്തിന്, ഏലക്കാപ്പൊടി ആവശ്യത്തിന്, കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടത് കുറച്ച് നല്ല ജീരകം വറുത്ത് പൊടിച്ചത്. പിന്നെ വേണ്ടത് സോഡാപ്പൊടി ആവശ്യത്തിന്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ഒരു നുള്ളുപ്പ്. അത് നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ശർക്കരപ്പാനി കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്യാം. 2 ടീസ്പൂൺ മൈദാമാവ് ഇടാൻ മറന്നുപോയി കേട്ടോ. കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പഴം അരച്ചത് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടിത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ഞാൻ നെയ്യിലാണ് വറുത്ത് വെച്ചിരിക്കുന്നത്, അത് നമുക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ നേരത്തേക്കൊന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇത് കുറച്ച് കട്ടിയായിട്ടിരിക്കുകയാണ്. നമുക്കിനി ഇതിലേക്ക് ബാക്കിയിരുന്ന മാവ് കുറച്ച് കട്ടിയായിട്ടിരിക്കുകയാണ്. ബാക്കിയിരുന്ന ശർക്കര പാനിയും കൂടെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതെടുത്തില്ല. നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. തിരിച്ചിടാം. അങ്ങനെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം.